മിസ്റ്റർ ജോയ് ജോൺ, വെൽക്കം ടു ഭാരതീയ പ്രവാസി ദിവസ് ഭുവനേശ്വർ. താങ്കൾ എത്രാമത്തെ പ്രാവശ്യമാണ് PBDക്ക് പങ്കെടുക്കുന്നത്? നമസ്കാരം. ഞാൻ കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് PBDക്ക് സംബന്ധിക്കുന്നത്. കോവിഡിന് മുമ്പ് പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ PBDക്ക് സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഒറീസ എൻ്റെ ആദ്യമായിട്ടുള്ള വിസിറ്റ് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും ട്രഡീഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ചിന്തിച്ചാണ് ഇവിടെ ഇപ്പോൾ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി ഒറീസ എന്ന സ്റ്റേറ്റ് അതിൻ്റെ കൾച്ചറ്, അതിൻ്റെ ട്രഡീഷന്, ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോട്ടിവേറ്റഡ് രീതിയിലുള്ള സ്പീച്ച് വളരെ എനർജറ്റിക്കും ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ ചെയ്യുന്നതുമായിരുന്നു. താങ്കൾ ഈ വർഷത്തെ അറേഞ്ച്മെന്റുകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഈ വർഷത്തെ PBDയുടെ അറേഞ്ച്മെന്റ്സ് വിചാരിച്ചതിനെക്കാട്ടും നല്ല രീതിയിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് നിസ്സംശയം നമുക്ക് പറയുവാൻ കഴിയും. കാരണം പവിലിയനുകളാണെങ്കിലും ഓഡിറ്റോറിയം ആണെങ്കിലും മറ്റ് സ്റ്റോളുകളാണെങ്കിലും എല്ലാം തന്നെ വളരെ ക്രമീകൃതമായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ഒറീസ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും എടുത്തിട്ടുണ്ട് എന്നുള്ള സംശയം നമുക്ക് പറയാൻ കഴിയും. വരും വർഷങ്ങളിലും താങ്കളുടെ പ്രാതിനിധ്യം പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇവിടെ വരുന്നത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന പല ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും മറ്റ് ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ ഹൈ പ്രൊഫൈൽ കിട്ടുന്ന ധാരാളം പേരെ നമുക്കിവിടെ പരിചയപ്പെടുവാനും കാണുവാനും കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ആശയങ്ങൾ ഇനി വിനിമയം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്നാണ് സംശയം നമുക്ക് പറയുവാൻ കഴിയും. വളരെ നന്ദി സാർ. താങ്ക് യു.